ഹായ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, ഇവ തേച്ചിട്ട് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളുടെ ചിക്കനൊന്ന് ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ലെമൺ ഒഴിച്ചു കൊടുക്കാം. ലെമൺ തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നല്ല ടെൻഡറായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ കിട്ടും. വീണ്ടും നമുക്ക് പറ്റുമെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കൂടെ വെക്കാം. ഇല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ സാധാ ചിക്കൻ പോലെ തന്നെ ഉണ്ടാവും, കറി വയ്ക്കുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പുറം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്ര നല്ല ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിലോട്ട് തന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 5 6 വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു വഴണയില, അതായത് ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക്, മൂന്നോ 4 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 4 ഏലക്കായ, 3 ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് സോട്ടാവണം, അതിന് ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം എടുത്തിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വലിയ തക്കാളിയായിരുന്നു. അപ്പോൾ മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒരു 3 തക്കാളിയെങ്കിലും യൂസ് ചെയ്യണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതൊരു ഗ്രേവി പോലെ കിട്ടണം നമുക്ക്, അതായത് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സ്മാഷായിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മളൊരു ഗ്രേവി പരുവത്തിൽ ആയി കിട്ടണം. ഇത് ഗ്രേവി പരുവത്തിലാവുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഈ പാനിലോട്ട് ഒരു 2 വലിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോഴേക്കും നമ്മളെ സവോള തക്കാളി കൂട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി പൗഡർ, 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് ആ കണക്കിന് ചേർത്തിട്ട് നമ്മളെ നെയ്യിലൊന്നും ഇതൊന്ന് സോട്ട് ചെയ്ത് വെക്കണം. നമ്മളെ സവോള കൂട്ട് മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അതായത് ഇപ്പോൾ നെയ്യിലാണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത് നെയ്യ്, അപ്പോൾ ആ നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരണം. പത്തിരി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വേവണം. നമ്മൾ ഫ്രൈ ചെയ്ത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിച്ചിടുക ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഉള്ളൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നമ്മൾ ചിക്കൻ വേവണം. നിങ്ങൾക്ക് ഈ സമയം നമ്മളിത് അടച്ച് വെക്കുമ്പോൾ ഇത്തിരി വെള്ളം ഊറും ഈ ചിക്കനിൽ നിന്ന്. ഇനി കുറച്ചും കൂടെ വെള്ളം ആവശ്യമുള്ളവർക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ ഒഴിച്ചിട്ടില്ല. വേണമെന്നുള്ളവർക്ക് ഇത്തിരി ചൂടുള്ള ഈ സമയം ഒഴിച്ച് ഒന്നും കൂടി ലൂസായിട്ടുള്ള ഗ്രേവി കിട്ടും നമുക്ക്. ഇനി നമുക്ക് നന്നായി അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നമ്മളെ കസൂരി മേത്തി ഉണ്ടല്ലോ, കസൂരി മേത്തി ഒന്ന് കൈ വെച്ച് തിരുമ്മിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുക. അപ്പം നമ്മളെ പഞ്ചാബി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.